പറഞ്ഞു വന്ന പോലെ ഇൻഫെക്റ്റഡ് മോങ്സിന്റെ തുടക്കമായിരുന്നു. എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം? ജോപ്പനാണ് ഇവിടുത്തെ ആദ്യത്തെ ആർട്ടിസ്റ്റും. സ്റ്റുഡിയോ തുടങ്ങിയത് ജോപ്പൻ ഒരാളെ വെച്ചിട്ടാണ്. ജോപ്പനും ജയറാമും കൂടി ഇരുന്നിട്ടാണ് സ്റ്റുഡിയോ ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അപ്പൊ ജോപ്പന്റെ അതിന്റെ അനുഭവമാണ് ഞാൻ ചോദിക്കണത്. ഇതിന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് തുടങ്ങണം. അതായത് ഞങ്ങൾ മുഞ്ചിക്കുത്തി സെയിൽസിൽ അത് മുഞ്ചിക്കുത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, എന്തെങ്കിലും ചെയ്യണമല്ലോ ലൈഫിൽ. നമുക്ക് ഇങ്ങനെ ജോലിയായിട്ട് പോയിട്ട് കാര്യമില്ലെന്നുള്ളൊരു മനസ്സിലായി. എന്നാലും നമുക്കൊരു ഇത് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ല ഓൾറെഡി, ഞാൻ ഇങ്ങനെ ചാനലിൽ നിന്ന് ഇത് TLC പരിപാടി കണ്ടിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. ബട്ട് ആ സമയത്ത് ഞാൻ ഒരു ടൈമിൽ ഞാൻ ഇതിന്റെ മറന്നുപോയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആ ചാനലിൽ ഇത് കണ്ട് ഇംപ്രസ് ആയിട്ടാണോ ഈ ഒരു ഫീൽഡിലോട്ട് കയറുന്നത്? അതെ, അതാണ് മറ്റേ എമി ജെയിംസ് എന്നുള്ള പുള്ളിയുടെ വർക്ക്. ഫസ്റ്റ് ആണ് ഒരു ഗോൾഡ് ഫിഷിന്റെ വർക്കാണ് കാണുന്നത്. അത് കണ്ടപ്പോ അന്ന് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയിരുന്നു. ഇപ്പൊ മാറി, വർക്കിന്റെ കണ്ടുകൊണ്ടിട്ട് മാറുമല്ല. അങ്ങനെ ആ ഒരു വർക്ക് കണ്ടാണ് ഇംപ്രസ് ആവണം. ആ വർക്ക് കണ്ട് ഇങ്ങനെ ആ ഒരു ഇതിലേക്ക് വന്ന് ഡെയിലി കാണും. ക്ലാസ് പ്ലസ് വണ്ണിൽ ക്ലാസ് കട്ട് ചെയ്തിരുന്നവരെ കണ്ടിട്ടുണ്ട്. തലവേന എന്നൊക്കെ പറയും. എന്നിട്ട് ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ കൊച്ചിയിൽ 2-3 സ്റ്റുഡിയോ, അത് ഒബ്രോണിലൊരെണ്ണം, പിന്നെ നമ്മുടെ കൊച്ചിയിലൊരെണ്ണം. ഇതാണ് എനിക്ക് ഞാൻ അന്ന് അന്വേഷിച്ചിട്ട് കണ്ട സ്റ്റുഡിയോ. ഫ്രണ്ട്സിൻ്റെ ഒക്കെ ചോദിച്ച് അന്വേഷിച്ചിരുന്നു. അപ്പോഴാണ് അങ്ങനെ ടാറ്റു ഇതിനെ കുറിച്ച് അറിയണമെന്ന് കൂടുതലായി. അപ്പൊ ആരും പറഞ്ഞു തന്നില്ല ഇതിനെ കുറിച്ച്. അങ്ങനെ ഞാൻ എന്റെ ഫ്രണ്ടിനെ ടാറ്റു അടിക്കാൻ അതിനു മുമ്പ് വേറെ പരിപാടി, മറ്റേ സൂചിക്ക് ഫാബ്രിക് പെയിന്റിങ് കുത്തുന്ന പരിപാടിയുണ്ട്. ഫസ്റ്റത്തെ ടാറ്റു എന്ന് പറഞ്ഞെങ്കിൽ എന്റെ ഫ്രണ്ടിന്റെ കയ്യിൽ ഒരു സ്റ്റാർ അടിച്ചിട്ടുണ്ട്. മറ്റേ മിഷ്യന്റെ കടയിൽ പോയിട്ട് തയ്യൽ മിഷ്യന്റെ സൂചി മേടിച്ച് അതാണ് ഫസ്റ്റത്തെ ടാറ്റു എന്ന് പറയാ. കുഴപ്പമൊന്നും ഉണ്ടായില്ല. നമുക്ക് വിവരമില്ലാത്തോട്ട് അതൊക്കെ ചെയ്ത് അങ്ങനെ അന്വേഷിച്ചു. ആരും ശ്രദ്ധിച്ചില്ലായിരുന്നു. അറിയില്ലല്ല, എന്റെ കയ്യിലും ചെയ്തിട്ടുണ്ട്. ഇതണ്ട ഫസ്റ്റ് ചെയ്യണത് ഇതാണ് സ്റ്റാർ. അറിയില്ല, ഫ്രണ്ടാണ് ചെയ്യണം. അങ്ങനെ പരസ്പരം മാറി മാറി ധാരണ എങ്ങനെയാ ജയറാമായിട്ട് സ്റ്റുഡിയോ തുടങ്ങുന്നത്? അത് ഞാൻ ഫ്രണ്ട് വഴിയാണ് ജയറാമിനെ പരിചയപ്പെടുന്നത്. ജയറാം അരൂര് മറ്റേ ആ സമയത്ത് ജയറാം ഓയിലിന്റെ ബിസിനസ്സാണ്. ഓയില്, അതായത് മറ്റേ എഞ്ചിൻ ഓയിൽ സപ്ലൈ ആയി കൂട്ടറില്. അങ്ങനെ ജയറാം ഇവിടെ വർക്ക് ചെയ്ത ഒരു ഫ്രണ്ടിനായിട്ട് പരിചയമുണ്ടായി. അങ്ങനെ ഒന്ന് ഞങ്ങളോട് കമ്മ്യൂണിറ്റി ചെയ്യാൻ വന്ന് അങ്ങനെ പരിചയപ്പെട്ട്. ആ സമയത്ത് ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് അരൂര, എന്റെ കൂടെ കൊച്ചിയിലായിരുന്നു. പിന്നെ അരൂരേക്ക് പറയുമ്പോഴത്തേക്കും എന്റെ കയ്യിലും ജയറാമിന്റെ കയ്യിലും മാത്രമേ ടാറ്റു എന്ന സാധനം ഉള്ളവിടെ. അത് അരൂര പരിസരത്ത് മറ്റേ ഈ പച്ചകൂത്ത്, പണ്ടത്തെ പ്രായമുള്ള ആൾക്കാരുടെ 2-3 പച്ചകൂത്ത് അല്ലാണ്ട് ഞങ്ങളാ ആ സമയത്ത് ഒരു ഏജിൽ ഞാൻ ജയറാം മാത്രമേ ടാറ്റു അടിച്ചിട്ടുള്ളത്. അപ്പൊ ടാറ്റു അടിച്ചുകൊണ്ടിരിക്കുന്ന ഒളിവിലും ഇത് നൈസായിട്ട് വർക്കിന്റെ അടക്കും ഇതൊക്കെ ആയിട്ട് ടാറ്റു അടിക്കുന്ന ടൈമാണ്. അങ്ങനെ ഇതിനെ കുറിച്ച് പറയുമ്പോ എന്റെ വേറൊരു മെഷീൻ എടുത്തിട്ടുള്ള ഒരു ഫസ്റ്റത്തെ ഒരു ടാറ്റു ഉണ്ട്. അത് ടൈലിന് പണിക്കുമ്പോ നമ്മുടെ ഒരു ആശാനെന്ന് പറയാം, നമ്മുടെ മെയ്സൻ. പുള്ളിക്ക് ഇങ്ങനെ കമ്പനിക്കാര് പറഞ്ഞു, ഞാൻ പറഞ്ഞു ടാറ്റു അടിക്കുന്നുണ്ട്, സൈഡായിട്ട് നോക്കുന്നുണ്ട്. പുള്ളിക്ക് ടാറ്റു അടിക്കണമെന്ന് പറയും. ഞാൻ പറഞ്ഞു പുള്ളിക്ക് വലുത് തന്നെ അടിക്കണം, മാതാവിനെ തന്നെ അടിക്കണം. ഞാൻ തുടക്കണം ഫസ്റ്റത്തെ ചെറുതെല്ലാം നോക്കാം. പുള്ളിക്ക് പറ്റൂല, മാതാവിനെ തന്നെ അടിക്കണം. അന്ന് ഫാബ്രിക് പെയിന്റ് ഉണ്ടട്ടാ. അങ്ങനെ വീട്ടിൽ വർക്കൊക്കെ കഴിഞ്ഞ് ടൈലിന്റെ പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം രാത്രി ആയപ്പോ ഞങ്ങൾ ശനിയാഴ്ച ഒരു ചെറുതൊക്കെ മേടിച്ച് റൂമിലിരുന്ന്, റൂമിലേക്ക് ആരും വരില്ല. അങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങി. മറ്റേതൊക്കെ നമ്മുടെ നോർമൽ ബ്ലാക്ക് ചെയ്ത്. വേറെ ഹൈലൈറ്റ് കണ്ണീന്ന് ചോരൊഴുക. ഫാബ്രിക് പെയിന്റ് അടിച്ചിട്ട് വന്നണ്ട, പിന്നെ അതൊരു ഹൈപ്പർ റിയലിസമായി ചോര ഒഴുകാൻ തുടങ്ങി. എന്റെ പോയിന്റ് അന്ന് നമുക്ക് ഇതിനെ കുറിച്ച് അറിയാൻ പാടാത്തോണ്ട് പരിചയമുള്ള ആളായതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഫാബ്രിക് പെയിന്റ് അടിച്ചിട്ട് കയറില്ല.
അറിയില്ലല്ലോ ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫസ്റ്റ് ഇടക്കൊരു പോസ്റ്റ്. അത് കഴിഞ്ഞ 2 പോർട്രേറ്റ് ആണ് ഞാൻ ഇങ്ങനെ ചെയ്യണം. ഗുണമൊന്നുമില്ലായിരുന്നു അറിയാലോ. അല്ല ചോപ്പ ഇപ്പോഴും ആള് ജീവനോടുണ്ട്. പുള്ളി പുള്ളിനെ നമുക്കൊന്ന് പരിചയപ്പെടാൻ അല്ല പുള്ളിനെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ആ ടൈലിനെ പണിയെ വിട്ട് പിന്നെ കാറിന്റെ ഷോറൂമിൽ കയറി. നമുക്ക് എപ്പോഴെങ്കിലും പുള്ളിനെ ഒന്ന് കാണണോട്ടാ. ഇപ്പൊ മറ്റേ സർട്ടിഫിക്കറ്റ് എന്താണ് സർട്ടിഫൈഡ് ബിഗിനിങ് ഉണ്ടാവും. പിന്നെ തുടങ്ങണത് ഇങ്ങനെ അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതിന്റെ കാര്യമൊക്കെ ജസ്റ്റ് ഒന്ന് മറന്നുപോയി. അങ്ങനെ പോപ്പുലർലി എനിക്ക് ലൈസൻസ് ഇല്ലായിരുന്നു, വണ്ടി ഓടിക്കാൻ പഠിക്കണം. അപ്പൊ വണ്ടി ഓടിക്കാൻ വേണമെങ്കിൽ പൈസ കൊടുക്കണമല്ല. ഞാനൊരു കാര്യം വിചാരിച്ചു, കാർ ഓടിക്കാൻ ഭയങ്കര ആഗ്രഹം. പോപ്പുലറിൽ ജോലി കയറാം. ആരെങ്കിലും ചോദിച്ചു കാർ ഓടിക്കാൻ പഠിക്കാൻ ജോലിയോ 16 തോന്നുന്നു. 16 അങ്ങനെ കയറി കാർ ഓടിക്കാൻ പഠിച്ചു. ലൈസൻസ് ഇല്ലാതെ ജസ്റ്റ് ഞങ്ങൾ കാൽപ്പറമ്പിലൊക്കെ ഇട്ട് അലക്കാൻ ഓടിക്കാൻ വിഷയങ്ങളാണ്, നിയമവിരുദ്ധമാണ്. അങ്ങനെ കാർ ഓടിക്കാൻ പഠിച്ചു. പിന്നെ ഡ്രിഫ്റ്റ് അത് കോമഡി. ഗ്രൗണ്ടിലാണ്. അങ്ങനെ ആ പരിപാടിക്ക് പോയി സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ഞാനപ്പോ ഒന്ന് അതിനും അപ്പാണ് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ, അതായത് എന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിന്റെ വീട് ഉശൻ. ഇപ്പോഴാണ് കൂടെ വർക്ക് ചെയ്യുന്ന ആളുടെ വീട്. അത് പോപ്പുലറിന്റെ ഓപ്പോസിറ്റ് സച്ചിൻ എന്ന് പറയും. ഫ്രണ്ട് നല്ല കമ്പനിയാണ്. എല്ലാവരും ഒരു ഫാമിലി തന്നെ ഇരുന്നു അവിടെ ഒരു 4 പേര്. അപ്പൊ അവന്റെ ഫ്രണ്ട് ഇങ്ങനെ അവന്റെ ഡ്രസ്സിനെ വേണ്ടി ചെയ്യാനായിട്ട് ആലോചിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ ജയറാം വിളിച്ചു. ഇങ്ങനെ പരിചയമുണ്ട്, കമ്പനി ഉണ്ട്. ജയറാം ഒന്നും ഇവിടെ ഇല്ല, ഗോവയില, ഫാമിലി ആയിട്ട് ഗോവയില കറക്കത്തിലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു ദിവസം അങ്ങനെ ജയറാം വിളിച്ച് ഞങ്ങളുടെ ഡ്രസ്സിന്റെ ടാറ്റുവിന്റെ അല്ല ഡ്രസ്സിന്റെ പരിപാടി ഫസ്റ്റ് തുടങ്ങാനുള്ള പ്ലാൻ. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി മുംബൈക്ക് പോയി. 3 പേരുണ്ട്, ഞാനും ജയറാമും. ജയറാമിനെ എനിക്ക് പരിചയപ്പെടുത്തുന്ന ഫ്രണ്ട് ജിത്തു. ഞങ്ങൾ ഇങ്ങനെ മുംബൈ പോയി. മുംബൈ പോയിട്ടാണ് മോനെ ഷർട്ട് എടുക്കണേ. ഷർട്ടൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ അവിടെ രാവിലെ പോയി ഇറങ്ങി. വൈകിട്ട് ഫ്രണ്ടിന്റെ ഒരു ഫ്ലാറ്റിൽ പോയി. അവിടുന്ന് അടിച്ച് പിന്നെ ഞങ്ങൾ നടക്കണ്ട ലോക്കൽ ട്രെയിൻ. എന്റെ മുംബൈയിലെ ലോക്കൽ ട്രെയിൻ നമ്മ കയറണ്ട, അവർ തന്നെ തള്ളിക്കറ്റി അങ്ങനെ അതിലൊക്കെ കയറി ഇവിടെ എത്തി. ഒരു രാത്രി ഒരു പകലും ഞങ്ങൾ നടന്ന് അത് ധാരാവി കുറെ സ്ട്രീറ്റുകൾ നടന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ചോക റൂം എടുത്ത്. ചോറ് റൂം എന്ന് പറഞ്ഞാൽ വേറെ റൂം കിട്ടാനില്ല, അല്ലെങ്കിൽ ഒടുക്കത്തെ ലക്ഷറി റേറ്റ് അറിയാലോ. എന്റെ സ്റ്റാർട്ടപ്പിൽ പോണേ. അങ്ങനെ ഞങ്ങൾ രാത്രി പിന്നെ പിറ്റേ ദിവസം ചെറിയ റെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം ഇറങ്ങി ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനായിട്ടൊന്നും കൂടി. ഹൈലൈറ്റ് സ്ട്രീറ്റ് മാറിപ്പോയി. പോവാൻ പറ്റിയ സ്ട്രീറ്റ് അറിയില്ല, ചോദിച്ചിട്ടായിരിക്കും. ചുവന്ന അങ്ങനെ മാറിയത്രേ. മാറിയെന്ന് പറഞ്ഞാൽ വരും. ആദ്യം തുടക്കത്തിൽ കുഴപ്പമൊന്നുമില്ല, കുറെ ഫുഡിന്റെ ചെറിയ ചെറിയ കടകൾ, കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ ചെറിയ ഫുഡൊക്കെ കഴിച്ചപ്പോ അങ്ങോട്ട് നടക്കുന്ന ഞങ്ങൾ പയ്യെ നടന്നപ്പോ ഞാൻ കുറെ ശരി മനസ്സിലായി കൈയൊക്കെ പൊക്കാണ് വിളിക്കുന്നത്. ഈ കമ്പനിക്കാരെ ജിത്ത് എന്ന് പറഞ്ഞ ഇവന്റെ അടുത്ത് പറഞ്ഞു അല്ല ഭാഷയുടെ അതല്ല ഭാഷയുടെ അല്ല ഹൈലൈറ്റ്. നിങ്ങള് വിഷയത്തിൽ അല്ലല്ല ഉദ്ദേശിക്കുന്ന സംഭവമല്ല. ഇവന്റെ അടുത്ത് പറഞ്ഞു നൈസായിട്ട് കൈയൊന്നും കാണിക്കില്ലേ നോക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഒരു കടയിൽ സിഗരറ്റ് വലിക്കാൻ ഇവന്റെ അടുത്ത് പറഞ്ഞു നോക്കല്ലേ എന്ന് ഞങ്ങൾ നൈസായിട്ട് ചേരാൻ പറഞ്ഞിട്ടുണ്ടായി. ചെറിയൊരു അറിവ് വെച്ച് അടുത്തവൻ ചോദിച്ചാൽ അറിവ് വെച്ച് ചേരാൻ പറഞ്ഞു നോക്കല്ലേ, അവർ കൈയൊക്കെ പൊക്കെ കാണിക്കും നോക്കല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നൈസായിട്ട് കടയിൽ പോയി അവിടെ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാണ്ട് നിൽക്കുമ്പോഴത്തേക്കും ഇവൻ നൈസായിട്ട് കൈവെക്ക് കാണിച്ചു വെറുതെ തമാശ കൈവക്കി അപ്പത്തേക്കും അങ്ങോട്ട് കുടിച്ച് നടന്നപ്പോഴത്തേക്കും കുറച്ച് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്നു.
ഇവൻ അങ്ങാട്ട് ഞങ്ങളെ 3 പേരെയും പിടിച്ച് ഇവൻ അങ്ങാട്ട് പൊക്കിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ മറ്റേ തിരുമല കാണിക്കില്ല തോളത്തിരുത്തി ഞങ്ങൾ ഓടിക്കളച്ചി ഞങ്ങൾ ഓടിക്കളച്ചി. ആ സമയത്ത് എന്റെ പോക്കറ്റില് 2000 രൂപ അതിന് മുമ്പ് വരെ ചേരാൻ തന്നിട്ടുണ്ടായി. ആ ഒരു കഴിഞ്ഞപ്പോഴത്തേക്ക് തിരിച്ചെടുക്കുമ്പോഴേക്കും ഞാൻ ചേരാൻ കൈ കൊടുത്തു. ഇന്ന് പോയിട്ട് ലാസ്റ്റ് ഞാൻ കൈ കണ്ടല്ലോ ചേരാൻ കൈ കൊടുത്തു. ചേരാൻ മേടിച്ച് പിടിച്ച് എന്നിട്ട് ഇവനെ രക്ഷിക്കാൻ പോണേ ഞങ്ങൾ ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് എന്നെ പിടിച്ചോണ്ട് പോയി. എന്നെ ചേരാനും കൂടി എന്നെ ഉള്ളിലേക്ക് കൊണ്ട് എന്റെ ഉണ്ടായ പൈസ മൊത്തം മേടിച്ചെടുത്ത്. രണ്ടുപേരും കൂടി റെഡ് സ്ട്രീറ്റിൽ ആളെ രക്ഷിക്കാൻ പോയി. അപ്പഴത്തെ എന്നാൽ കൂട്ടാനല്ലേ ഇട്ടുകൊണ്ട് വരാൻ പറ്റല്ലോ. അങ്ങനെ എന്നെ പിടിച്ചോണ്ട് എന്റെ പൈസ ഒക്കെ വെച്ച് അപ്പൊ തന്നെ ചേരാൻ ഡയലോഗാണ് എഴുതി. मेरे को तालपन नहीं शादी हो गया. അത് കഴിഞ്ഞിട്ട് പൊക്കിക്കൊണ്ട് പൈസ ഒക്കെ മേടിച്ചു കൊടുത്തോണ്ട് ഭാഗ്യം അവനെ കൊണ്ട് പോന്ന് എല്ലാ പൈസ ഒക്കെ മേടിച്ചിട്ട് ജയറാമിനെ തപ്പി ഷാദി ഹോ ഗയാന്ന് കേട്ടപ്പോഴത്തേക്കും ജയറാമിനെ തപ്പിട്ട് അതിനു മുമ്പ് അവിടെ ഉള്ളവർക്കും ഇവിടെ നടക്കാൻ പറ്റൂല. ഞങ്ങൾ നോക്കിയപ്പോ ഇത് എന്നെ പിടിച്ചോണ്ട് പോയി ഹിന്ദിക്കാരൻ പറയും വെച്ചിട്ട് പോയിട്ട് എന്താ കാണിക്കാന്ന് ചോദിച്ചു. ഇവരവനെയും പിടിച്ചോണ്ട് പോയി. അവിടെ മിണ്ടാൻ പറ്റൂല. എക്സ്പീരിയൻസ് ആയിരുന്നല്ലേ. അവിടെ രക്ഷപ്പെട്ടു. ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ നാട്ടിൽ വന്നു. ഇവിടെ വന്നപ്പോ പറഞ്ഞത് എക്സൽ പോലും എനിക്ക് ഭാഗമാകൂല. ഇത്രയും പ്രശ്നം ഉണ്ടാക്കി കാശും കളഞ്ഞ് എന്നിട്ട് സാധനം ഇവിടെയുള്ള കമ്പനിക്കാർക്ക് കുറച്ച് പേർക്ക് പാകോണ കൊടുത്ത് 500 രൂപക്കാരെ വിറ്റ് എന്റെ വീട്ടിലുണ്ടായി. അങ്ങനെയാണ്. പിന്നെ അത് കഴിഞ്ഞാണ് പിന്നെ ഞാൻ ടാറ്റുവിന്റെ അത് പിന്നെ കുറച്ച് ദിവസം കോണ്ടാക്ട് വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു അതാണ്. അത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗോവയിൽ എന്തോ പോകണമെന്ന് തോന്നുന്നു ഓർമ്മയിൽ ആ കുട്ടി. അങ്ങനെ ഞാനിങ്ങനെ പോപ്പുലറിൽ വർക്ക് ചെയ്യുന്ന ടൈമിൽ അപ്പോഴത്തേക്കും ഇങ്ങനെ ഫ്രണ്ടിന്റെ ടെറസിന്റെ മേളിൽ സ്റ്റുഡിയോ തുടങ്ങാന്നുള്ള ഇത് ഇങ്ങനെ ചെറിയൊരു പ്ലാൻ അവനടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പറയാനുള്ള പ്ലാൻ. അങ്ങനെ ഒരാഴ്ച പോയി. അത് കഴിഞ്ഞപ്പോഴാണ് ജയറാം വിളിച്ചത്. ജയറാമിന്റെ ടെറസിന്റെ മേളിൽ തുടങ്ങിയാലാന്ന് പറഞ്ഞു. അങ്ങനെയാണ് അപ്പൊ മുതല് അപ്പൊ ഉള്ളത് അപ്പൊ എന്റെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്. പിന്നെ ഒരു അന്ന് മെഷീൻ വിജയാണ് എടുത്തത്. ആ പറയുമ്പോ മറ്റേ വിജയുടെ അടുത്തോട് ടാറ്റു കുറെ ഒക്കെ പഠിച്ച് ഞാൻ പിന്നെ വർക്കിന് പോയിട്ട് ടെറസിന്റെ മേളിൽ വരെ എത്തിയില്ലേ. ടെറസിന്റെ മേളിൽ മുതല് എനിക്കും ഏകദേശം പറയുവാണല്ലോ കമ്പനിക്കാരനാണല്ലോ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ടാറ്റു. ഇവന്റെ പണ്ട് മുതലുള്ള ഒരു സംഭവം നാവ് ജയറാമിന്റെ പറയാൻ അടിപൊളിയാണ്. അവന്റെ നാക്ക് നല്ല രീതിക്ക് അവനെ കൺവിൻസ് ചെയ്യാൻ പറ്റും. അടിപൊളിയാണ്. അത്യാവശ്യം ലാംഗ്വേജും അറിയാം. ഇവൻ അവിടെ ചെന്നിട്ട് ഇതെന്താ പറയുന്നത് എനിക്കറിയാൻ പാടില്ല. അവിടെ അത്യാവശ്യം ലാംഗ്വേജും അറിയാം. അതിനുശേഷം ആണ് ഈ ലാസ്റ്റ് ഞാൻ ചോദിക്കുകയും ചെയ്ത് ജയറാമിന് ഹിന്ദിയൊക്കെ തീർന്നു പറഞ്ഞ കളിയാക്കുകയും ചെയ്ത് ലാസ്റ്റ് ഞങ്ങക്ക് പൈസ കൊടുത്ത് സാധനവും പോയി മൂഞ്ചി ഉറങ്ങിട്ടില്ല. മര്യാദക്ക് നടത്തോണത് രാവും പകലും നടന്നടാ. അത് എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾ പോകുന്നതാണ്. അത് ആരാവി കൂടിയൊക്കെ രാത്രി ആരെങ്കിലൊക്കെ ഒന്ന് നടന്നു നോക്ക്. എന്റെ അനിയൻ അവിടെ മുംബൈയിൽ പകല് പോയിട്ട് ടാക്സി പോയ സമയത്ത് ടാക്സി നിർത്തിച്ച് ലോക്കൽ ഗുണ്ടകൾ അവന്റെ അവനെ വണ്ടിക്ക് വളച്ച് പൈസ മേടിച്ചിട്ട് അത് ട്രാവൽ ചെയ്യാൻ. ആ സമയത്ത് ഞങ്ങൾ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ് തോന്നുന്നു. എന്തൊരു രാത്രി ടെറസില് വന്നതിന് ശേഷമാണ് പിന്നെ ഇതാകണത്. ഇന്ന പോലെ തുടങ്ങണേണ്. എന്നെ പോലെയാണ് ടാറ്റു ആണ്. ഓക്കെ. അപ്പോഴും എന്റെ ആദ്യത്തെ ടാറ്റു ഇവിടെ കിടക്കണ്. ടാറ്റു എന്താണ് ഇതൊക്കെയാണ്. പിന്നെ ഇവൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയ ശേഷമാണ് പിന്നെ നമ്മൾ അതൊക്കെ അറിയണത്. ഓക്കെ. പിന്നെ ഇവന്റെ വളരെ വലിയ എന്താണ് ചിന്താഗതികൾ അടിപൊളിയാണ്. പക്ഷെ അത് വർക്കൗട്ട് ചെയ്തെടുക്കാനുള്ള ഒരു
ആയി വരുന്നു. ചെയ്തോ തുടങ്ങിക്കോ. ഇത് ഇപ്പൊ ഈ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്റ്റെപ്പ് വെക്കുക, ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുക, തുടങ്ങിക്കോ. നീ നിൽക്കണ്ട, നീ പക്ഷെ അവിടെ നിന്ന് തുടങ്ങിയൊരു പ്രസ്ഥാനത്തിന്റെ അതാ പറഞ്ഞത്. ഇതിന്റെ ഏറ്റവും കാര്യങ്ങള് മാറി നിന്നിട്ടാണെങ്കിലും കൂടെ നിന്നിട്ടാണെങ്കിലും അപ്പുറം ഇപ്പുറം നിന്നിട്ടാണെങ്കിലും എല്ലാ കോണിൽ നിന്നിട്ടും കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ഞാൻ. എത്രയോ പേര് വന്നുപോയി, എത്രയോ പേര് പഠിക്കാൻ വേണ്ടി വന്നുപോയി, എത്രയോ ഇൻസിഡൻസ് അതിന് വേണ്ടി മാത്രം നടന്നുണ്ട്. ഒരു ദിവസം വീട്ടിൽ ചെന്ന് നോക്കുമ്പോ ആ ടെറസിന്റെ വീടുള്ളത് മേളിൽ തുടങ്ങിയ സംഭവം ഒരു ദിവസം ഞാൻ ചെന്ന് നോക്കുമ്പോ മുമ്പിൽ മറ്റേ കപ്പലിന്റെ ആകൃതിയിൽ വെച്ചോണ്ടിരിക്കുന്നത്. ഞാൻ സ്വന്തമായിട്ടൊരു കപ്പൽ വാങ്ങിച്ചിട്ടേക്കണ്. മുങ്ങിയ കപ്പലാണെങ്കിലും വാങ്ങിച്ച് പൊളിക്കാൻ വേണ്ടിട്ടാണ്. നോക്കിയപ്പോ ആ കേസിൽ ഇവൻ പണിത് വെച്ചത്. ദുഷ്ട, നീ എന്നെ തേബിതാണെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഉണ്ട് അല്ല ഞാൻ പറഞ്ഞ സ്റ്റുഡിയോ സെറ്റ് ചെയ്ത കഥകളുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഷോർട്ട് ആക്കിയതാണ്. അപ്പൊ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് ദിവസം കാണുമ്പോ സ്റ്റുഡിയോന്റെ ലെവൽ തന്നെ മാറിക്കളഞ്ഞ്. അതിന്റെ ഇടയിൽ സ്ട്രഗിൾ ഉണ്ട്, ഒരുപാട് കാര്യങ്ങള്. എത്രയോ പേര് കുറ്റം പറയണ്ടെന്നറിയോ? കൂടെ നിൽക്കുന്നവര് തന്നെ എത്രയോ പേര് കുറ്റം പറയണ്ടെന്നറിയോ? ഞാൻ പറഞ്ഞു കേട്ടോണ്ടിരുന്നോ, മിണ്ടരുത്, നമുക്കതേ ചെയ്യാനുള്ളൂ. നീ എന്തായാലും തുടങ്ങിയില്ലേ, പരിപാടി നടക്കട്ടെ. അങ്ങനെ തുടങ്ങി ഇതേ ഇപ്പോ ഇവിടെ വരെ എത്തി നിൽക്കുന്നു.